മാലിക്കി മദ്ഹബിലെ പണ്ഡിതർ നല്ല വിദഅത്ത് എന്ന ഒന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതർ അങ്ങനെ ഒന്നുണ്ട് എന്ന് അംഗീകരിച്ചിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നബിദിനാഘോഷത്തെ നിങ്ങൾ അനുകൂലിക്കാത്തത് എന്ന ഈ ചോദ്യം പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്. അതുപോലെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്? ഈ രണ്ട് വിഷയ സംബന്ധമായി ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ വിവരിച്ച കാര്യം ഉണർത്തിയതിനു ശേഷം നമുക്ക് ഹുസ്നുൽ മഖ്സൂദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാഹുവിന്റെ വിശദീകരണത്തിന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു നൽകിയ മറുപടിയിലേക്ക് കടക്കാം. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിന്റെ അൽ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ ബിദ്അത്ത് ഹസനത്ത് എന്ന ഒന്നുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിൽ യഥാർത്ഥത്തിൽ ബിദ്അത്ത് എല്ലാം പിഴച്ചത് തന്നെയാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് ശറഈയായ എല്ലാ ബിദ്അത്തും അഥവാ ശറഈലേക്ക് വല്ലതും കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് പിഴച്ചത് തന്നെയാണ്. പിന്നെ ശറഈലേക്ക് കൂട്ടിച്ചേർക്കാതെ നേരത്തെ ശറഈൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്ക് നേരത്തെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു രൂപം നൽകുക എന്ന നിലക്കാണ് ബിദ്അത്ത് ഹസനത്ത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഫതാവൽ ഹദീസിയ എന്ന ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിന്റെ എന്റെ കയ്യിലുള്ള നുസ്ഖയിൽ 281 പേജിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. നേരത്തെ ഈ കിതാബ് വളരെ വിശദമായി വായിച്ച് വിശദീകരിച്ചതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഖദാ ജമ്മുൽ ഖുർആനി ഫിൽ മസാഹിഫി വൽ ഇജ്തിമാഉ അലാ ഖിയാമി ശഹ്രി റമളാൻ വഅംസാലി ദാലിക മിമ്മാ സബത വുജൂബുഹു അവ ഇസ്തിഹ്ബാബുഹു ബിദലീലിൻ ശർഈ. ശർഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് വിവരിച്ചതിന് ശേഷം വഖൗലി ഉമർ റളിയല്ലാഹു അൻഹു ഫി തറാവീഹി നിഅമത്തുൽ ബിദ്അത്തു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ ഇത് നല്ല ബിദ്അത്ത് എന്ന് പ്രയോഗിച്ച സ്ഥലത്തുള്ള ബിദ്അത്ത് എന്നതുകൊണ്ടും ഉദ്ദേശം അറാദ അൽ ബിദ്അത്തുൽ ലുഗവിയ്യ, ഭാഷയിലുള്ള ബിദ്അത്താണ് അഥവാ മുൻ മാതൃകയില്ലാത്തത് എന്ന നിലക്കാണ്. അതാണ് വഹുവ മാ ഫുഇല അലാ ഗൈരി മിസാലി, ഒരു മുൻ മാതൃകയില്ലാത്തത് എന്ന നിലക്കാണ്. യഥാർത്ഥത്തിൽ അത് ദീനിൽ സ്ഥിരപ്പെട്ടതാണ്, പക്ഷേ ഈ രൂപത്തിൽ നേരത്തെ നടന്നിട്ടില്ല. അതിന് നാം പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മദ്രസ, സമൂഹത്തിന് വിജ്ഞാനം നൽകുക എന്നത് നേരത്തെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനൊരു സിലബസും പുസ്തകങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് മദ്രസ നടത്തുക എന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് നാം ബിദ്അത്ത് ഹസനത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഫൈനൽ ബിദ്അത്ത് ശർഈയ വലാലത്തുൻ, ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ശറഈൽ ബിദ്അത്ത് അഥവാ ദീനിലേക്ക് വല്ലതും പുതുതായി ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക എന്ന നിലക്കാണെങ്കിൽ അത് വഴികേടാണ്, തെറ്റായ ഏർപ്പാടാണ്. അമൻ ഖസ്സമഹ മിനൽ ഉലമാഇ ഇലാ ഹസനിൻ വഗൈരിഹി, നല്ലത് ചീത്ത എന്ന് വിദ്യാത്തിനെ വേർതിരിച്ച ഓഹരി വെച്ച ആളുകളൊക്കെ ഉദ്ദേശിച്ചത് ഫൈനമാ ഖസ്സമ അൽ ബിദ്അത്തുൽ ലുഗവിയ്യ, ഭാഷാപരമായുള്ള ബിദ്അത്തിനെ മാത്രമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടത്താൻ സൗകര്യം ഉണ്ടായിട്ട്, അതുപോലെ സഹാബത്തുൽ കിറാമിന്റെ കാലത്തും നടത്താൻ സൗകര്യം ഉണ്ടായിട്ട് അവർ നടത്താതെ മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കലാണ് നമുക്ക് സുന്നത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖിയാമുൽ മുഖ്തദി, സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താതെ മാറ്റിവെച്ച കാര്യങ്ങൾ ഫയകൂനു തർക്കുഹു സുന്നത്തൻ വഫിഅലുഹു ബിദ്അത്തൻ മദ്മൂമ, അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മോശമായ അനാചാരവും അത് ഉപേക്ഷിക്കുന്നത് സുന്നത്തുമാകുന്നു. അപ്പോൾ ഫയകൂനു തർക്കുഹു സുന്നത്തൻ, അത് ഒഴിവാക്കൽ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ നബി തങ്ങൾ ഒഴിവാക്കിയത് ഒഴിവാക്കലും സുന്നത്താണ്. വഫിഅലുഹു ബിദ്അത്തൻ മദ്മൂമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ചെയ്യാതെ ഒഴിവാക്കിയത് നാം ചെയ്യുന്നത് ആക്ഷേപാർഹമായ ബിദ്അത്തുമാകുന്നു. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ സഹാബത്തുൽ കിറാമിന്റെ കാലത്തോ റബീഉൽ അവ്വൽ 12-ന് എന്തെങ്കിലും ഒരു പ്രത്യേക കർമ്മം ചെയ്യുക എന്നതിന് എന്തെങ്കിലും തടസ്സമുള്ളത് കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുൽ കിറാമും ഒഴിവാക്കിയത്? അങ്ങനെ വല്ല തടസ്സവും ഉള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ആ തടസ്സം നീങ്ങിയിട്ടുണ്ടെങ്കിൽ മൗലിദാഘോഷം നടത്താവുന്നതാണ്. അല്ലാത്ത നിലക്ക് അന്നുണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് എങ്കിൽ ഈ മൗലിദാഘോഷം എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മത്തിന് ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്ന നിലക്കല്ലാതെ ഈ ദിവസം ഇങ്ങനെ ഒരു പ്രത്യേക കർമ്മം ചെയ്യേണ്ടതുണ്ടെന്നോ ഈ ദിവസത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മറ്റു ദിവസങ്ങളിലില്ലാത്ത പുണ്യമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടോ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ടോ ചെയ്യുമ്പോൾ അത് തീർച്ചയായും ആക്ഷേപാർഹമായ ബിദ്അത്താകും എന്ന് തന്നെയാണ്
മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരം വാചകങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സഹാബത്തുൽ കിറാമിനെ കുറിച്ചും നല്ല വിശ്വാസമുള്ള ആളുകൾ മനസ്സിലാക്കുക. കാരണം മറ്റു ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു പുണ്യം ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിനുണ്ടെങ്കിൽ സഹാബത്തുൽ കിറാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് അവഗണിക്കില്ലായിരുന്നു എന്നതാണ് ഇതിന്റെ ഒക്കെ പ്രധാന കാരണം. അപ്പോൾ അവർ ഈ ദിവസത്തിൽ പ്രത്യേകത കൽപ്പിച്ച് ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടോ ഒരു കർമ്മവും ചെയ്യാൻ മുഅ്മിനീങ്ങൾക്ക് നിർവാഹമില്ല എന്ന കാര്യം നാം ഇവിടെ നിന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വിവരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി ഇഖ്റാജുൽ യഹൂദി മിൻ ജസീറത്തിൽ അറബി വ ജമുൽ മുസ്റഫി, മുസ്ഹഫ് ഒരുമിച്ച് കൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ, അഥവാ അന്ന് അങ്ങനെ ഒരുമിച്ച് കൂട്ടേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം ധാരാളം ഹാഫിദുകൾ ഉള്ളത് കൊണ്ട് ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് കൊണ്ട് ആ ഭയം ഉണ്ടായത് കൊണ്ടാണ് സഹാബത്തുൽ കിറാം ഒരുമിച്ച് കൂട്ടിയത്. അത് തന്നെയും ദീർഘമായ ചർച്ചകൾക്ക് ശേഷം കൈഫ തഫ്വലു മലം യഫ്വലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് സഹാബത്തുൽ കിറാം അപ്പോൾ എല്ലാവരും ആദ്യം ചോദിച്ചത്. അഥവാ നമ്മുടെ നാടുകളിലുള്ള ആളുകൾ പറയുന്നത് പോലെ നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നതൊക്കെ ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ നമുക്ക് അധികാരമുണ്ടെങ്കിൽ ഒരിക്കലും സഹാബത്തുൽ കിറാം അത്തരം വാചകം ചോദിക്കില്ല. ഇത് നല്ല ഏർപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുമായിരുന്നു. പക്ഷേ അങ്ങനെ അവർ വന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തത് എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് അവർ അത് തുനിഞ്ഞത് എന്നതും. ഇതിനോടൊപ്പം മറ്റൊരു സംശയം ചോദിക്കപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമല്ലേ ഈ പരിപാടി നടത്തുന്നത്, അത് നല്ല കാര്യമല്ലേ എന്നാണ്. എന്നാൽ ആദരവും ബഹുമാനവും ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതറിയാത്തവരല്ല സഹാബത്തുൽ കിറാം. ഇങ്ങനെ ഒരു നബിദിനം നടത്തിയാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ് പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഒരു നിയമമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമതായി സഹാബത്തുൽ കിറാം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചു എന്ന് വരണമെങ്കിൽ നബിദിനാഘോഷം നടത്തണം എന്ന് ആരെങ്കിലും ബാധിക്കുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ സഹാബത്തുൽ കിറാമിനെ മുഴുവൻ കുറ്റം പറയുന്നവരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാൻ വേണ്ടി അവരാരും മൗലിദാഘോഷം നടത്തിയില്ല എന്നാണ് അവർ കിനായത്തൻ പറയുന്നത്. നേരാനേർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടെ കാഫിറായി പോകും, സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കലാവണമെങ്കിൽ അതിന് നബിദിനാഘോഷം നടത്തണം എന്ന് പറയുമ്പോൾ നബിദിനാഘോഷം നടത്താത്തവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചിട്ടില്ല എന്ന ധ്വനി വരുന്നു. അതിൽ ഒന്നാമതായി പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്തുൽ കിറാമാണ് എന്നത് നാം മുമ്പ് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ ഫതാവൽ ഹദീസിയയുടെ എന്റെ കയ്യിലുള്ള കോപ്പിയുടെ 80-ാമത്തെ പേജിൽ പരിശുദ്ധ ഖുർആനിലെ അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ടോ എന്ന ചർച്ചയ്ക്കിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നു, വനദീറു ദാലിക പരിശുദ്ധ ഖുർആനിലെ അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങനെ നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സഹാബത്തുൽ കിറാം ഈ ആയത്ത് ഓതുമ്പോൾ നിൽക്കാറുണ്ടായിരുന്നു എന്നോ ഉദ്ധരിക്കപ്പെടാത്ത കാരണം കൊണ്ട് ഈ ആയത്ത് ഓതുമ്പോൾ നമുക്ക് നിൽക്കൽ സുന്നത്തില്ല, ബിദ്അത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നു, വനദീറു ദാലിക ഇതുപോലെ തന്നെയാണ്, അഥവാ ഈ ആയത്ത് ഓതുമ്പോൾ നിൽക്കേണ്ടതില്ല എന്നതുപോലെ തന്നെയാണ് ഫിഅലു കസീരിൻ ധാരാളം ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇന്ദദിക്രി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വവളഇ ഉമ്മിഹി ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ പ്രസവിച്ച സംഭവം പറയുന്ന സ്ഥലത്ത് ധാരാളം ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, മിനൽ ഖിയാമി നൃത്തത്തിനാൽ, വഹുവ ഐളൻ ബിദ്അത്തുൻ അതും ബിദ്അത്ത് തന്നെയാകുന്നു. അഥവാ ബിദ്അത്ത് എന്ന പദം അലൽ ഇത്ലാഖ് ഉപയോഗിച്ചാൽ അത് മോശമായ ബിദ്അത്ത് ആയിരിക്കും എന്ന് നേരത്തെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത സ്ഥലത്ത് ഹസനത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതും ബിദ്അത്ത് തന്നെയാണ്. ലം യരിദ് ഫീഹി ശൈഉൻ ഇത് സംബന്ധമായി സഹാബത്തുൽ കിറാമിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ പ്രാമാണികമായ ഒരു തെളിവുകളും
വന്നിട്ടില്ല. അല അന്നന്നാസ ഇന്നമാ യഫ്അലൂന ദാലിക തഅദീമൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കണം എന്ന് സഹാബത്തുൽ കിറാമോ താബിഈങ്ങളോ നമ്മളെ പഠിപ്പിക്കാതെ നമ്മുടെ വകയായി അങ്ങനെ ഒരു നൃത്തം നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഫൽ അവാമു മഅ്ദൂറൂന, സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഗൗരവമൊന്നും അറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. ഖിലാഫിൽ ഖവാസി, വിവരമുള്ള ആളുകൾക്ക് വിരുദ്ധമായി. കാരണം അവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമു ബിസ്സവാബ്. അപ്പോൾ ഇന്ന് മൗലിദ ഓതുന്ന ആളുകൾ വറദത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅന്നഹുൽ ബദ്റു ഫീ തമാമിഹി എന്ന വാചകം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നാം കാണാറുണ്ട്. അപ്പോൾ അതും ബിദ്അത്ത് തന്നെയാണ് എന്ന് സംശയത്തിനിടയില്ലാത്ത രൂപത്തിൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ ഫതാവുൽ ഹദീസയിൽ വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിലുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന ദീനും ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹു പഠിപ്പിച്ച ദീനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നത് മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് മാപ്പ് കിട്ടിയാലും പണ്ഡിതന്മാരായ ആളുകൾക്ക് ഈ വിഷയത്തിൽ മാപ്പില്ല എന്നറിയിക്കുന്ന രൂപത്തിലാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹു ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. കാരണം എങ്ങനെയൊക്കെ ബഹുമാനിക്കണം, ഏതൊക്കെ രൂപത്തിൽ ബഹുമാനിക്കണം, എപ്പോഴൊക്കെ ബഹുമാനിക്കണം, ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വകയെ പുതിയ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യമുണ്ടെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ദീന് പൂർണ്ണമായിട്ടില്ല എന്ന് ബാധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാ വിദ്യാർത്ഥികളും ചീത്ത വിദ്യാർത്ഥിയായി മാറിയത് എന്നത് ഒരിക്കൽ കൂടി ഇവിടെ ഉണർത്തുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ ആദരിക്കണം, ഇതെല്ലാം നമുക്ക് സഹാബത്തുൽ കിറാം പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബത്തുൽ കിറാമിനെക്കാളും ഞങ്ങൾക്കാണ് നബിയോട് സ്നേഹം എന്ന് വരുന്ന രൂപത്തിൽ പല ആളുകളും കാട്ടിക്കൂടുന്ന കോപ്രായങ്ങളെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അന്യമാണ് എന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി അഥവാ മുൻ മാതൃകയില്ലാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ അതൊന്നും ഈ സ്ഥലത്തോ സമയത്തോ സന്ദർഭത്തിലോ പ്രത്യേകം സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ടോ മറ്റുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇടവരുന്ന നിലക്കോ ചെയ്യാൻ പാടില്ല എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടി ഇതോടൊപ്പം ഉണർത്തുന്നു. സഹാബത്തുൽ കിറാം സ്നേഹിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും സഹാബത്തുൽ കിറാം കടക്കുന്ന സ്വർഗത്തിൽ തന്നെ പോകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.